തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച കേരളത്തിലെ യു.ഡി.എഫ് സർക്കാരിന്റെ നടപടിക്കെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധം നടത്തി എൽ.ഡി.എഫ്. പഞ്ചായത്ത് ഓഫീസുകൾ കേന്ദ്രീകരിച്ചായിരുന്നു മാർച്ച്. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kuttiyadi. ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമുള്ള പദ്ധതി വിഹിതം ഗണ്യമായി വെട്ടിക്കുറച്ച കേരളത്തിലെ യു.ഡി.എഫ് സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് എൽ.ഡി.എഫ് സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് ഓഫീസുകൾ കേന്ദ്രീകരിച്ചായിരുന്നു മാർച്ച്. ഇതിന്റെ ഭാഗമായി എൽ.ഡി.എഫ് അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ വെള്ളിക്കോത്തെ അജാനൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് നടത്തിയ മാർച്ചിൽ സ്ത്രീ പുരുഷ ഭേദമന്യേയുള്ള നിരവധി ആളുകൾ പങ്കെടുത്തു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ച് CPI കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KV കൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് ഉപയോഗിക്കാനുള്ള അധികാരവും ആ ഫണ്ട് അനുവദിച്ചതുവഴി നാടിന്റെ മുഖം മാറി എന്ന വസ്തുതയും നാം കാണാതിരുന്നുണ്ട്. ഇന്ന് കാണുന്ന ത്രിതല പഞ്ചായത്തുകൾ ഈ നിലയിലെത്തിയത് ഈ നിയമം സംസ്ഥാനത്ത് നടപ്പിലാക്കി അതിനാവശ്യമായ ഫണ്ട് ബഡ്ജറ്റിൽ അനുവദിച്ചു കൊടുത്തുകൊണ്ട് നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണാധികാരികൾ തയ്യാറായി എന്നതുകൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യം കേരളത്തിൽ ഇന്നുണ്ടായത്. അത് തകർക്കുന്ന തരത്തിലുള്ള സമീപനമാണ് ഇന്നിപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ ഉണ്ടാകുമ്പോൾ അവതരിപ്പിച്ചതാണ് ബഡ്ജറ്റ്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ പുതുക്കിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുക സാധാരണഗതിയിലുള്ളതാണ്. ആ പുതുക്കിയ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചപ്പോഴാണ് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത വെട്ടിക്കുറവ് പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ബഡ്ജറ്റ് അനുവദിച്ചപ്പോഴുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്. അധികാരത്തിലേറി കേവലം മാസങ്ങൾ മാത്രം പിന്നിട്ട യു.ഡി.എഫ് സർക്കാർ ജനദ്രോഹ നടപടികളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ചടങ്ങിൽ INL നേതാവ് KC മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷനായി. CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് K രാജ്മോഹൻ, JDS നേതാവ് ദിലീപ് മേടയിൽ, കേരള കോൺഗ്രസ് B നേതാവ് ഷാജി മാവുങ്കാൽ, അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് BV തുളസി, ജില്ലാ പഞ്ചായത്ത് മടിക്കൈ ഡിവിഷൻ അംഗം K സബീർ, CPI നേതാവ് ഗംഗാധരൻ പള്ളിക്കാപ്പിൽ, അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. കാറ്റാടി കുമാരൻ സ്വാഗതം പറഞ്ഞു. LDF പൈവളികെ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ പൈവളികെ പഞ്ചായത്തിലേക്ക് നടത്തിയ മാർച്ചിലും പ്രവർത്തകരുടെ മികച്ച പങ്കാളിത്തമുണ്ടായി. വില്ലേജ് ഓഫീസ് പരിസരം കേന്ദ്രീകരിച്ചാണ് മാർച്ച് ആരംഭിച്ചത്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ച് CPM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം CA സുബൈർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. എല്ലാ സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട പണം കൃത്യമായി കൊടുത്തുകൊണ്ട് സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യര് വീടും അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളും ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങളും വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയ ഒരു സർക്കാരായിരുന്നു. ആ സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി വലതുപക്ഷ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് സകല മതവർഗീയവാദികളെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് കേരളത്തിനകത്ത് മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും UDF സംവിധാനവും കേരളത്തിനകത്ത് പ്രവർത്തിച്ചത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു, കുമ്പള പൈവള്ളിയെ പഞ്ചായത്തിനകത്ത് വൈസ് പ്രസിഡന്റ് പകല് കോൺഗ്രസും രാത്രി BJPയുമാണ്. ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ് പറഞ്ഞത്. അദ്ദേഹം ഈ നാട്ടുകാരനായതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം. മറ്റൊരു സഖാവ് പറയുന്നത് രാത്രി RSSകാർ പ്രസിഡന്റിന്റെ വീട്ടിലാണ് അന്തിയുറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റുമായി അവിഹിതമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധം കാത്തുസൂക്ഷിക്കുന്നു RSS എന്നുള്ളതാണ്. നമ്മൾ കാണേണ്ടത് RSSുമായി അവിഹിതമായ രാഷ്ട്രീയ ബന്ധം കാത്തുസൂക്ഷിക്കുന്നത് ഈ പൈവള്ളികെ പഞ്ചായത്തിൽ മാത്രമല്ല, കേരളത്തിനകത്ത് ആകെയുണ്ട് എന്നുള്ളത് ഒരു വസ്തുതാപരമായ യാഥാർത്ഥ്യമാണ്. പഞ്ചായത്തുകളുടെ ഫണ്ട് വെട്ടിക്കുറച്ച് LDF സർക്കാർ നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കാനാണ് UDF സർക്കാർ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ചടങ്ങിൽ അബ്ദുറസാഖ് ജിപ്പാർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ബേബി ഷെട്ടി, ഹാരിസ് പൈവളികെ, പുരുഷോത്തമ ബല്ലൂർ, ചന്ദ്രനായക്,
BA ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. അശോക് ഭണ്ഡാരി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ് വിഷൻ.